നമസ്കാരം. എതിർ ഗ്രൂപ്പുകാരനായ കോൺഗ്രസുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ ഐ ഗ്രൂപ്പുകാരായ പ്രതികളെ CPIM-ൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് VT ബലറാമാണ്. എന്നാൽ സംശയത്തിന്റെ നിഴലിലായ മന്ത്രി CN ബാലകൃഷ്ണൻ വിവാദത്തിന് പിന്നാലെ അഴിമതി ആരോപണവുമായി എത്തിയ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ടോമിൻ തച്ചങ്കരിയെ ഓടിച്ചു വിടാനാണ് തിരക്ക് കൂട്ടുന്നത്. ഏറ്റവും ഒടുവിൽ CN ബാലകൃഷ്ണനെ ഗ്രൂപ്പ് കൊലക്കേസിൽ പ്രതിയാക്കാൻ MM ഹസനും എ ഗ്രൂപ്പ് കൊട്ടേഷൻകാരും ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ഐ ഗ്രൂപ്പുകാരും രംഗത്തെത്തിയിരിക്കുന്നു. അന്തം വിട്ട കുന്തം പോലെ നിൽക്കാം എന്നല്ലാതെ എന്തു ചെയ്യാം? ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അത്യാവശ്യം ഒരു ഗുണ്ടയൊക്കെ ആയാലേ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. CPIM ആണ്, കോൺഗ്രസ് ആണ്, ഇനിയിപ്പോൾ BJP ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആളുകളെ ഭീഷണിപ്പെടുത്തണം, അത്യാവശ്യം പേടിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കണം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. എന്നിട്ടെന്ത് കാര്യം? കേരളത്തിൽ നേതാക്കൾക്ക് വല്ല വിലയും കൊടുക്കുന്നുണ്ടോ? ചാനൽ ചർച്ചകളിൽ കയറിയിരുന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ ഒരാൾക്കും കാലാകാലങ്ങളായി കഴിയുന്നില്ല. ചാനൽ മുറികളിൽ നിന്ന് അങ്ങനെയാണ് ഒരു സിംഹം സടകുടഞ്ഞ് എഴുന്നേറ്റത്. CPIM-കാരെയും എ ഗ്രൂപ്പ് കൊട്ടേഷൻ കോൺഗ്രസുകാരെയും തോൽപ്പിക്കുന്ന പ്രസംഗവുമായി യുവമോർച്ചയുടെ നായകൻ സാക്ഷാൽ VV രാജേഷ് രണ്ടും കൽപ്പിച്ച് അങ്ങ് വെല്ലുവിളിച്ചു കളഞ്ഞു. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. കരിയിലക്കുളങ്ങരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർക്കെങ്കിലും ഇവിടെ സംസാരിക്കുന്ന മെസ്സേജ് കിട്ടുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, BJP-യുടെ പ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കേസും നടപടിയും എടുക്കാതെ CPM അക്രമികളെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പലിശയുടെ പലിശയും അടക്കം വാങ്ങിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാ മനസ്സിലായില്ല. ഇതിനേക്കാൾ വലിയ CPM ഭക്തന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. റിട്ടയർ ആയതിനു ശേഷം ഇന്ന് വരെ എഴുന്നേൽക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ അവർ കൂട്ടുപലിശയടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ ഒരിക്കലും ഇത് വെല്ലുവിളിക്കുകയൊന്നുമില്ല. പക്ഷേ മറിച്ച് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. BJP-ക്കാർ രണ്ടാംകട പൗരന്മാരൊന്നുമല്ല. ഞങ്ങളും നികുതി കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാ. പക്ഷേ അശോകസ്തംഭം തലയിൽ ചൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ശമ്പളം KPCC ഓഫീസിൽ നിന്നോ AKG സെന്ററിൽ നിന്നോ അല്ല, മറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഖജനാവിൽ നിന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ആരാ മനസ്സിലായില്ല. താൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. എനിക്ക് മാപ്പ് തരണം. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പലതും ചെയ്യേണ്ടി വരും. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രായച്ചിത്തം ചെയ്യാം. ആളുകൾ കാണണ്ട. ഓക്കെ, എന്നാ വാ വാ, വഴിക്ക് വാ. എന്തിനാ നമ്മിപ്പിങ് വന്നത്? പ്രായച്ചിത്തം. ഓ, വിളിക്കട ചേട്ടന്റെ കോട്ടയം സംഘത്തിനെ വിളികള. നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു ആ ഗുണ്ടി. എന്തായാലും രാജ്യത്തെ സംരക്ഷിക്കാനും രാമരാജ്യം നിർമ്മിക്കാനും BJP-ക്ക് ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ടീം മോദിയിലേക്ക് VV രാജേഷിനെ കൂടി ഉടൻ ഉൾപ്പെടുത്താൻ അമിത്ഷാ ഉടൻ നടപടിയെടുക്കണമെന്ന് ഇതിനാൽ ആവശ്യപ്പെടുന്നു. തന്നെ കടത്തിവെട്ടി ഇമാതിരി പ്രസംഗം നടത്തിയ രാജേഷിനെ ശരിപ്പെടുത്താൻ V മുരളീധരൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്നാലും എൻ്റെ രാജേഷെ, എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഇതൊക്കെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്. ഇതൊക്കെ പ്രസംഗങ്ങൾ ഒരു 1.5 മണിക്കൂർ ഒരു പൊതുവ പ്രസംഗത്തിൽ ഇതൊക്കെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നം. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാ കിട്ടില്ല. ഞാൻ ചിലപ്പോ അള്ളി കീറും. എന്റെ ഗർജനം തനിക്ക് കേൾക്കണോ? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു MLA പോലും ഇല്ലാത്ത BJP-യുടെ ഒരു സാധാരണ പ്രവർത്തകനായ ഞാൻ ഒരു പ്രസംഗം നടത്തിയാൽ ഭീഷണിപ്പെടുന്നതാണോ കേരളത്തിലെ പോലീസ് സംവിധാനം? അങ്ങനെ ഒരു പോലീസ് സംവിധാനം അങ്ങനെ ഭയക്കാൻ പാടുണ്ടോ ഒരാളിനെ? ഇതൊക്കെ നിയമപരമായിട്ട്. അപ്പോൾ ഇനി ആര് പറഞ്ഞാലും വ്യാഖ്യാനത്തിന്റെ പ്രശ്നങ്ങളായി കരുതണം. എന്തായാലും രാജേഷ് പോലീസിനെ വെറുതെ ഒന്ന് വെല്ലുവിളിച്ചപ്പോഴേക്കും KSUക്കാർ അതങ്ങ് അനുസരിച്ച് കളഞ്ഞു.
തൊടുപുഴ ന്യൂമാൻ കോളേജിലെ കുട്ടി കോൺഗ്രസുകാരാണ് രാജേഷിന്റെ പ്രസംഗം കേട്ട് ആവേശഭരിതരായത്. വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടും ആരും അനുസരിക്കാതെ വന്നപ്പോൾ കലിമൂത്ത് കുട്ടി കോൺഗ്രസുകാർ നേരെ കോളേജിൽ കയറി പ്രിൻസിപ്പൽ മുതൽ പോലീസ് വരെയുള്ളവരെ നേരിട്ടു. വി രാജേഷ് ഏതു പാർട്ടിയിലാണ് എന്നറിയാതെയോ എന്തോ പറഞ്ഞത് അതുപോലെ അങ്ങ് അനുസരിച്ചു. KSUക്കാർ പോലീസിനെ കൂട്ടുപലിശ കൂടി ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്തു എന്ന്. രാജേഷ് വിട്ടുപോയ ഒരു കാര്യം അവർ കൂട്ടിച്ചേർത്തു. പോലീസിനൊപ്പം പ്രിൻസിപ്പലിനെയും കണ്ണിൽ കണ്ട അധ്യാപകരെയും ആദിച്ചാൽ പോലീസ് നോക്കി നിൽക്കുമോ? ചെന്നിത്തലയുടെ പോലീസാണ് എന്ന് കരുതി കുട്ടി കോൺഗ്രസുകാർക്ക് മുന്നിൽ അങ്ങനെ നിന്നുകൊടുക്കുമോ? പോലീസുകാർ അടി മൊത്തമായി പാട്ടത്തിനെടുത്തിട്ടൊന്നുമില്ലല്ലോ. ആനയെപ്പോലെ വിഹരിച്ചു നടന്ന കുട്ടി കോൺഗ്രസുകാരെ ഒടുവിൽ പോലീസുകാർ ഇടിച്ചു ശരിപ്പെടുത്തി വണ്ടിയിൽ കയറ്റി അങ്ങ് കൊണ്ടുപോയി. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കന്നെ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമ്മിയാലേ ശരിക്കും ഗുണമുണ്ടാവും. വി രാജേഷല്ല, ഇനി എ ഗ്രൂപ്പ് കൊട്ടേഷൻകാർ പറഞ്ഞാൽ പോലും കുട്ടി കോൺഗ്രസുകാർ ഇമാതിരി പണിക്ക് പോകില്ല. ഇനിയിപ്പോൾ CPIMകാരുടെ ഒരു പ്രകടനം കൂടിയായാൽ രാഷ്ട്രീയ സമത്വമായി. എന്തായാലും വെടിയും ഇടിയും മാത്രമേ ഉള്ളൂ, ഡാൻസ് ഇല്ല എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. അല്പം ഡാൻസ് കൂടി ആയിക്കോട്ടെ. വെടിക്കും ഇടിക്കുമൊപ്പം ഷാരൂഖ് ഖാന്റെ ലുങ്കി ഡാൻസ് കൂടി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുണ്ടെടുത്തുകൊണ്ട് ഷാരൂഖ് ഖാൻ നടത്തിയ ിട്ട് ലുങ്കി ഡാൻസ് കളിച്ചതിന് ഷാരൂഖ് ഖാനെതിരെ കേസെടുക്കണമെന്ന് ഇനി മുണ്ടിന്റെ അംബാസഡർമാരെങ്ങാനും ആവശ്യപ്പെടുമോ എന്തോ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് കാവിത്തണൽ. തെരുവിലിറക്കിയേ മതിയാകൂ എന്ന് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടുകളും റൗഡികളും ഉള്ളതാ. എടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലക്കേറും. ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ള കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് അവിടുത്തെ കത്തിയെന്ന്